ഇഷ്ടമുള്ളതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ സ്നേഹിതന്മാരെ കാണുമ്പോൾ, നമുക്ക് ഏറ്റവും അടുപ്പക്കാരെ കാണുമ്പോൾ, എന്തെങ്കിലുമൊക്കെ സംസാരങ്ങൾ നടക്കുന്നതിനിടയിലും നമുക്കിഷ്ടമുള്ള വിഷയത്തിലേക്ക് നമ്മൾ ആ സംസാരം തിരിച്ചു കൊണ്ടുവരാറുണ്ട്. അത്രമാത്രം ആ വിഷയം നമ്മുടെ ഹൃദയത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. അതാണ് അതിൻ്റെ കാരണം. ദൈവത്തെ സേവിക്കുന്ന, ദൈവത്തെ അറിയുന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് ആ വ്യക്തി എവിടെ പോയാലും തൻ്റെ ഹൃദയത്തിൽ നിന്നും ദൈവത്തിൻ്റെ വചനം മാറിപ്പോകയില്ല. തന്നെയുമല്ല, ഏത് സാഹചര്യത്തിലും എങ്ങനെല്ലാം സാഹചര്യങ്ങൾ തന്നെ അവിടെ നിന്ന് മാറ്റിക്കൊണ്ടുപോകാൻ ശ്രമിച്ചാലും താൻ പഠിച്ച ദൈവത്തിൻ്റെ വചനം, താൻ ഹൃദ്യസ്ഥമാക്കിയ ദൈവത്തിൻ്റെ വചനം, അത് തന്നെ വഴി നടത്തുമെന്ന വിശ്വാസത്തോടെ താൻ മുന്നോട്ട് യാത്രയിരിക്കും. ഇസ്രായേൽ ജനത്തിൻ്റെ മരുപ്രയാണ കാലത്ത് മോശയ്ക്ക് ശേഷം ആര് എന്ന ചോദ്യം ജനത്തിൽ നിന്നും ഉണ്ടാകും മുമ്പ് ഒരുപക്ഷെ ജനം അങ്ങനെ ഒരാളെ തിരഞ്ഞെടുത്തിരുന്നെങ്കിൽ അത് എന്തെങ്കിലും നിലയിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. ദൈവം മുന്നമേ തന്നെ അത് തിരിച്ചറിഞ്ഞിട്ടാണ് മോശയ്ക്ക് ശേഷം യോശുവയെ പ്രഖ്യാപിക്കുന്നത്. പ്രഖ്യാപിക്കുമ്പോഴും യോശുവയുടെ ദൈവം പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ഏറ്റവും ശ്രദ്ധയോടെ നമ്മൾ മനസ്സിലാക്കണം. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 9-ാം വാക്യം ഞാൻ അതിനാധാരം, ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. ഒരു പ്രായമായ അപ്പച്ചൻ തൻ്റെ ദീനക്കിടക്കയിൽ അവസാന നാളുകൾ കുറിച്ചു എന്ന് മനുഷ്യർ പറയുന്ന രീതിയിലുള്ള അവശതയിലായിരിക്കുമ്പോൾ തന്നെ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൊച്ചുമകൻ ദൂരെ ദേശത്തേക്ക് യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുകയാണ്. കൊച്ചുമകന് സങ്കടമുണ്ട്, അപ്പച്ചന് സങ്കടമുണ്ട്, അവരുടെ വീട്ടിലുള്ള എല്ലാവർക്കും സങ്കടമുണ്ട്. ഏതായാലും കൊച്ചുമകൻ അപ്പച്ചൻ്റെ ഇടയ്ക്ക് ചെന്നപ്പോൾ അപ്പച്ചൻ കൊച്ചുമകനോട് പറഞ്ഞത്, മോനെ, എനിക്കൊരു കാര്യം മാത്രമേ നിന്നോട് പറയാനുള്ളൂ. നീ എവിടെ പോയാലും ദൈവത്തെ മറക്കരുത്. ഇന്നത്തെ യുവതലമുറയുടെ പോക്ക് എങ്ങോട്ടാണെന്ന് ചോദ്യമാണ് എവിടെ ചെന്നാലും നമുക്ക് കാണാൻ കഴിയുന്നത്. അതിന് പ്രായപൂർത്തിയാവണമെന്ന് പോലുമില്ല. ഏറ്റവും ചെറിയ പ്രായം മുതൽ ലഹരിക്കടിമയായും വഴിവിട്ടുള്ള ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലൂടെ കടന്നുപോയുമൊക്കെ തലമുറ നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന് വചനം ഹൃദ്യസ്ഥമാക്കിയ ഒരു മക്കളും നശിച്ചുപോയ ചരിത്രമില്ല, നശിച്ചു പോകുകയുമില്ല. അവർ ഒരിക്കലും ദേശത്തിന് ദോഷമല്ല, ദേശത്തിന് ഉപകാരികളാണ്. രാജ്യത്തിന് നന്മയെ ചെയ്യൂ, രാജ്യദ്രോഹപരമായിട്ടുള്ള യാതൊരു കാര്യത്തിലും അവരിടപെടുകയുമില്ല. നമുക്കതല്ലേ നല്ലത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, എല്ലാ പ്രിയമക്കൾക്കായിട്ടും സ്തോത്രം. ഞങ്ങൾ അങ്ങയുടെ വചനപ്രകാരം ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.